വെൻ യു പ്ലേ ദിസ് ക്യാരക്ടർ, എന്തായിരുന്നു, വാട്ട് ഈസ് ദ വൺ തിങ് യു എൻജോയ് ദ മോസ്റ്റ് അബൌട്ട് പ്ലേയിങ് ആൻ ഏലിയൻ? ഒന്നും ഡയലോഗ് പറയട്ടെ, ഡയലോഗ് പറഞ്ഞ് കഷ്ടപ്പെടണ്ടായിരുന്നു. അതൊരു അല്ല, അതൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് എന്നുവെച്ചാൽ ഒന്ന് നമ്മള് കുറച്ചുകൂടെ എക്സ്പ്രസീവ് ആവണല്ലോ. കാര്യം പറയാൻ ഡയലോഗ്സ് ഇല്ല. അപ്പം ഉള്ള സാധനങ്ങൾ നമ്മൾ കൂടുതൽ എക്സ്പ്രഷൻസ് ഉപയോഗിച്ച് ചെയ്യണം എന്നുള്ളതാണ്. ഞങ്ങൾ ക്യാറ്റിന്റെ ഒരു ചെറിയ സാധനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്യാറ്റിന്റെ ഒരു ചെറിയ ബിഹേവിയർ ഒക്കെ ഒരു ചെറിയൊരു ആനിമൽ ടേബിളിൽ ഇരിക്കുന്നതൊക്കെ, ചെയറിൽ ഇരിക്കത്തില്ല, ടേബിളിൽ അങ്ങനെ ഇരിക്കും. പിന്നെ കഴിക്കുന്ന രീതി കുറച്ച് ഭയങ്കര സാധാരണ പോലെ അല്ലല്ലോ, ഇങ്ങനെ ആക്രാന്തത്തോടെ ഇങ്ങനെ ഇങ്ങനെ കഴിക്കുക. പിന്നെ നടത്തമാണെങ്കിൽ ഒരു മറ്റൊരു പൂച്ചയായിട്ടുള്ള ഒരു ബന്ധമുണ്ട് ഈ ക്യാരക്ടറിന്. ഉറപ്പായിട്ട് അങ്ങനത്തെ ഒരു വേൾഡിൽ നിന്ന് വരുന്നത് കൊണ്ടാവാം. അപ്പൊ അങ്ങനത്തെ ഒരു നടത്തമൊക്കെ ഒരു ചെറിയ സെക്സി ആയിട്ട് ഇങ്ങനെ ക്യാറ്റ് വാക്ക് ഒക്കെ. ഞാൻ അല്ലെങ്കിൽ മറ്റേ യൂഷ്വലി വാല ചെല്ലാന്ന് പറഞ്ഞ് നടക്കുന്നയാളാണ്. അപ്പോ ഇത് മറ്റേ കുറച്ച് സെഡ്യൂസിങ് ആയിട്ട് ഇങ്ങനെ കുണുങ്ങിയൊക്കെ നടക്കണം. അതൊക്കെ ആയിരുന്നു എൻ്റെ ഒരു എന്താ പറയുക ഏലിയന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. ചോക്കോസ് ഒരുപാട് തിന്നു കേട്ടു. കുറെ ചോക്കോസ് തിന്നുന്നു. ബട്ട് യു സ്പോക്ക് അബൌട്ട് കാറ്റ്സ് ആൻഡ് ദാറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. കൃഷ്ണാന്ത് ഏട്ടാ, വാട്ട് ഈസ് വിത്ത് യു ആൻഡ് കാറ്റ്സ്? എന്താണ് കൃഷ്ണാന്ത് ഫിലിംസിന്റെ മുകളിൽ ഒരു പൂച്ച? ആൻഡ് ഞാൻ ഈ രണ്ടാമത്തെ മൂന്നാമത്തെ പ്രാവശ്യമൊക്കെ കണ്ടപ്പോഴത്തേക്കും ഐ സ്റ്റാർട്ടഡ് imagining things. Okay, so Krishant Ettan is a huge ഒരു cat lover, and then there is this cat element. പിന്നെ കാറ്റിനെ കുറിച്ച് അഗെയിൻ കാറ്റ് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് we were like reading. So cat also symbolizes mystic things and magic എന്നൊക്കെ വായിച്ചപ്പോഴത്തേക്കും we were very interested to know if there is something. ഞാൻ എൻ്റെ വീട്ടിൽ, അമ്മയുടെ വീട്ടിൽ ഒരുപാട് പൂച്ചയുണ്ട്. റോഡിൽ നിന്ന് പറക്കിക്കൊണ്ടൊക്കെ വരുന്ന ഇഞ്ചോർഡൊക്കെ ആയിട്ടുള്ള പൂച്ചയൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ട് വി ഹാഡ് എ ലോട്ട് ഓഫ് ക്യാറ്റ്സ്. 10-12 എണ്ണം ഒരു സമയത്ത് നല്ല രീതിയിലുണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ടൊരു 6-7 എണ്ണമൊക്കെ ഉണ്ടെന്നാണ്. ഇപ്പം ഞാൻ വീട്ടിൽ നിന്ന് മാറി, ഞാനിപ്പോൾ സ്വന്തമായിട്ട് താമസിക്കുന്നത്. ഇപ്പം എനിക്ക് ക്യാറ്റ്സിൻ്റെ അടുത്ത് അത്രയും ഒരു പ്രവണത ഇല്ല, ഇഷ്ടമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കോവിഡ് വന്നപ്പോൾ പോലെ ഈ ജന്തുക്കളിൽ നിന്നൊക്കെ നമുക്ക് അസുഖം വരാമെന്ന് പറയുമ്പോൾ ഞാൻ ഈ റോഡിൽ കിടക്കുന്ന പൂച്ചയൊക്കെ പോയി തൊടുമായിരുന്നു. പിന്നെ ഐ എം വെരി സ്കാഡ്, ഇതിന്ന് വല്ലതും വരുമോ എന്ന്. എൻ്റെ ക്യാറ്റ്സിന് ഇത് ഫെലൈൻ കൊറോണ അടിച്ച് ഇടയ്ക്ക് വെച്ച് 2018. എന്നിട്ട് എൻ്റെ പൂച്ചകളെല്ലാം ഒരു ഒറ്റയടി പുടപുട ചത്തു തുടങ്ങിയായിരുന്നു. അപ്പോൾ അങ്ങനെ ക്യാറ്റ്സിൻ്റെ അടുത്ത് അഫിനിറ്റി ഉണ്ട്. മൈ സിസ്റ്റർ ഇസ് ഡൂയിങ് എ PhD ഓൺ cats and its influence in literature and pop culture. പുള്ളിക്കാരിക്ക് കിട്ടിക്കാണും ലിറ്ററേച്ചർ പോപ്പ് കൾച്ചറിലും ഇപ്പോൾ പൊളിറ്റിക്കൽ സയൻസിൽ ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞ പോലെ വീശിയുണ്ട്. ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് തീസിസ് ഒക്കെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മീംസ് തൊട്ട് ക്യാറ്റുമൺ തൊട്ട് മുക്കുത്തി പൂച്ച തൊട്ട് അങ്ങനെയൊക്കെയുള്ള ഒരു സാധനം പുള്ളിക്കാരി ഒരു PhD ഒക്കെ ചെയ്തിട്ടുണ്ട്. നല്ല രസമുള്ള ഒരു സാധനം ചെയ്തിട്ടുണ്ട്. വേറെ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ സെഗയുടെ ഫോണ്ടാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സെഗയുടെ ഫോണ്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഇറ്റ് ബിക്കംസ് വെരി റോബോട്ടിക്, മിസ്റ്റർ റോബോട്ട് ആയി പോകും. അപ്പം മിസ്റ്റർ റോബോട്ട് അല്ല എൻ്റെത്. ഐ ആം ഇൻഫ്ലുവൻസ്ഡ് ബൈ മേ ബി മിസ്റ്റർ റോബോട്ട് ആൻഡ് ഓൾ ദിസ്. പക്ഷേ എനിക്ക് ഈ സെഗയുടെ ഫോണ്ടിൻ്റെ കൂടെ ഒട്ടും അത് ചേരാത്തൊരു ഓർഗാനിക് സാധനം വേണം. അപ്പോൾ എനിക്ക് പൂച്ച എളുപ്പമായിട്ട് പൂച്ചയിട്ട് കഴിയുമ്പോൾ ശബ്ദവും കിട്ടും. പിന്നെ ഓൾസോ എൻ്റെ കണ്ടന്റ് സീരിയസ് ആണെന്ന് ആൾക്കാർ വിചാരിക്കുമ്പോൾ ഈ പൂച്ചയുടെ ശബ്ദവും കേൾക്കുമ്പോഴത്തേക്കും സമാധാനം. അതെ അതെ അതെ. ഓക്കെ, സോ ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് ദാറ്റ് ഈ ഏലിയൻ്റെ ഇതൊരു ക്യാറ്റിൻ്റെ ഇത് വെച്ചിട്ടാണ് നിങ്ങൾ വർക്ക് ചെയ്തെന്നുള്ളത്. ഐ വാസ് ഗോയിങ് ടു ആസ്ക് ഹൗ ഈ മീറ്റേഴ്സ് നമ്മൾ പറഞ്ഞല്ലോ, അത് നിങ്ങൾ എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്ത് എടുത്തതെന്നുള്ളത്. സോ ബട്ട് വൈ എ ക്യാറ്റ്? ഇസ് ഇറ്റ് ദ കൃഷാന്ത് ഇൻഫ്ലുവൻസ് ഓർ? കൃഷ്ണേട്ടൻ നമുക്ക് എന്നോട് പോസ്റ്റ് പ്രൊഡക്ഷനിൽ കുറേ രീതിയിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്. നമ്മൾ പ്രീയിൽ ഇത് ആലോചിക്കുന്ന സമയത്ത് ഞാൻ ബാംഗ്ലൂർ ആക്ച്വലി കുറേ സമയം ഉണ്ടായിരുന്നു ഇടുന്ന ടൈമിലൊക്കെ. അപ്പോൾ എൻ്റെ ഇതിൽ അലൻ ജോസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആൾ എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്. ആക്ച്വലി ശരിക്കും അലൻ ജോസ് ഉണ്ട് ഒരാൾ ബാംഗ്ലൂർ, ഒരു കോപ്പി റൈറ്ററാണ്. സിനിമയിലാണ് മറ്റേ പ്രേമിക്കുന്ന ഫ്രണ്ട് ഔട്ട് ഓഫ് ലീഗ് ആണെന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയാണ്. അലീസ് ലിറ്റർലി എന്ന് പറഞ്ഞിട്ട് കുറേ സാധനം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ അയച്ചു കൊടുക്കാറുണ്ട്. സോ അവൻ്റെ അവന് വീട്ടിൽ പോലെ 4-5 പൂച്ചയുണ്ട്. അതിൽ ഏറ്റവും സുന്ദരിയായ പൂച്ചയാണ് ലൂണ, നമ്മൾ ക്ലൈമാക്സിൽ കാണുന്ന ബിഗ് കാറ്റ്. ലൂണ ഫാൻസ് ആണ്. കമനഹള്ളി ലൂണ ഫാൻസ് സംസാരിക്കുന്ന പൂച്ച ഒറിജിനൽ ആണ് ഇപ്പോൾ. സോ ലൂണ ഭയങ്കര സുന്ദരി കാണാൻ, ഭയങ്കര സുന്ദരി വെച്ചാൽ രക്ഷയില്ല. അതുകൊണ്ട് തന്നെ ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ഞാൻ ഈ ലോകത്തിലെ കമനഹള്ളിലെ ഏറ്റവും സുന്ദരി പൂച്ച ഞാനാണ് പുള്ളിക്കാരി നടക്കാറ്. അപ്പോൾ ലൂണയെ കാസ്റ്റ് ചെയ്യണം എന്നുള്ള എനിക്ക് എഴുത്തിനിടയിൽ എപ്പോഴോ
അങ്ങനെ തോന്നിയതാണ്. നമ്മൾ ക്ലൈമാക്സിനെ പറ്റിയിട്ട് ഞാൻ അങ്ങനെ അവിടെ നിന്ന് ആലോചിക്കുമ്പോൾ ഞാൻ രാഹുൽ മേനോൻ എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഫ്രണ്ടിനോട് സംസാരിക്കുമ്പം എൻ്റെ അടുത്തൂടെ ഇങ്ങനെ എൻ്റെ കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇപ്പോഴാണ് ഞാൻ എന്നാൽ പിന്നെ ബാക്കി ഒരു ബിസറായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കാണാത്ത കൈൻഡ് ഓഫ് ഒരു ക്രീച്ചറിനെ കൊണ്ടുവരുന്നതിനേക്കാളും നല്ലത് നമ്മളിങ്ങനെ കുറേ കോൺസ്പിറസി തിയറീസ് കേൾക്കുമല്ലോ, പൂച്ചയ്ക്കുള്ളൊരു കണക്ഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനെ ചുമ്മാ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു ഒരു ഏൻഷ്യൻ കണക്ഷനും കൂടെ ഫീൽ ചെയ്യുമെന്ന് തോന്നുന്നു. കാരണം അങ്ങനെ ആ സമയം തൊട്ടിട്ടേ പൂച്ച ആ രീതിയിൽ ഒരു ചെറിയ എക്സ്ട്രാ എലമെന്റ് ഉണ്ട് എന്ന് തോന്നുന്നു. ഒരു നന്ദിയില്ലാത്തൊരു ജന്തുവാണ്. എന്റെ ലോഗോടെ മോളി വെച്ചിട്ട് നന്ദിയില്ല. അതിന് തോന്നുന്നത് അതെന്തോ വലിയ സ്പെഷ്യലായിട്ട് എന്തോ ഒരു സാധനമാണ്. യു ഷുഡ് ടേക്ക് കെയർ ഓഫ് ഇറ്റ്. പക്ഷേ വേണേ എന്റെ ലോഗോടെ മോളി വെച്ചോ, എനിക്ക് നന്ദിയൊന്നും ഇല്ല. പക്ഷെ എനിക്ക് അതുകൊണ്ടാണ് പൂച്ച ഇഷ്ടം. അതിങ്ങനെ തോന്നുന്ന പോലെ അത് നീ എന്നെ നോക്കിയാലില്ലെങ്കിൽ ഞാൻ ജീവിക്കും, പിന്നെ നോക്കിയാൽ നിനക്കുള്ള ആ ഒരു മൂഡാണ്.